ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോൺ 17 സീരീസിനെ കുറിച്ചാണ്. അതായത് സെപ്റ്റംബർ 9, സെപ്റ്റംബർ 10 ഈ തീയതികളിലായിരിക്കും ഐഫോൺ 17 ലോഞ്ച് ഉണ്ടാകാൻ പോണത്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 7 ആണ്. അപ്പോൾ അതായത് സൺഡേ. അപ്പോൾ മിക്കവാറും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയായിട്ട് ഐഫോൺ 17 ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ലോഞ്ച് നടന്നതിന് മുമ്പായിട്ട് കുറച്ച് ലീക്സ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഐഫോൺ 17 എക്സ്ട്രാ ഒരു ക്യാമറ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ 17 പ്ലസ് എന്ന് പറഞ്ഞ സെറ്റ് ഇല്ല, 17 എയർ എന്ന് പറഞ്ഞ സെറ്റാണ്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 17 എയർ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. അതായത് ഐഫോൺ 17 പ്ലസിന് പകരം വരുന്ന സെറ്റാണ് ഐഫോൺ 17 എയർ എന്ന് പറയുന്നത്. അതിന് 5.5 മാത്രമാണ് തിക്നെസ് വരുന്നത്. അതിന് ആ ഫോണിന് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാർജിങ് പോർട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം തിക്കായ കാരണം ചാർജിങ് പോർട്ട് ആപ്പിൾ കൊടുത്തിട്ടില്ല. പകരം വയർലെസ് ചാർജിങ് മാത്രമാണ് ആ ഫോണിൽ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ MAH എന്ന് പറയുന്നത്, ബാറ്ററി MAH എന്ന് പറയുന്നത് 3000 MAH താഴെ വരാനാണ് ചാൻസ് കൂടുതൽ തിക്കായ കാരണം. ഇത്രയും തിക്കായിട്ടും കൂടി അവർ ബേസ് വേരിയൻ്റ് അടക്കം 12 GB റാമാണ് കൊടുക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത്, പ്രൊസസ്സർ എന്ന് പറയുന്നത് A19 Pro എന്ന് പറഞ്ഞ പ്രോ സീരീസിൽ മാത്രം വരുന്ന ചിപ്സെറ്റാണ് ഈ 17 എയർ എന്ന് പറഞ്ഞ സെറ്റിന് കൊടുത്തേക്കുന്നത്. 17 പ്രോയിൽ കുറച്ച് ഡിസൈനിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ആപ്പിൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചേഞ്ച് വരുത്തുന്നത് തന്നെ. 120 ഹെർട്സിന് റിഫ്രഷ് ചെയ്താണ് ഒരു ബേസ് വേരിയൻ്റ് കൊടുത്തേക്കുന്നത്. മാത്രമല്ല ഐഫോൺ 17 പ്രോ മാക്സിലൊക്കെ ബാറ്ററി MAH കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം തിക്കായിട്ടുള്ള അല്പം കാരണം കൂടിയൊരു ഫോണായിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് പ്രോയും പ്രോ മാക്സ് ഒക്കെ. മാത്രമല്ല ഇവ വെയിലത്ത് നടക്കുകയാണ്, വെയിലത്ത് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി ഡിപ്പ് ആവുന്ന ഒരു പ്രോസസ്സ് ഐഫോൺ ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം മാറ്റിയിട്ട് വേപ്പർ കൂളിംഗ് ചേമ്പർ സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോൺ പെട്ടെന്ന് ചൂടാവാനുള്ള പേടി വേണ്ട. അത് ചൂടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തണുക്കാനുള്ള സംവിധാനം ഐഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐഫോൺ 17 പ്രോയിലും പ്രോ മാക്സിലും ചേഞ്ചസ് വരുത്തിയെന്ന് പറഞ്ഞു. അതായത് ലൈഡർ സെൻസറും ഫ്ലാഷും അല്പം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഒരു സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇത്ര നാളും ടൈറ്റാനിയം ഫ്രെയിമായിരുന്നു ഐഫോൺ 16 ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൈറ്റാനിയം മാറി വീണ്ടും അലുമിനിയം ഫ്രെയിമിലേക്കാണ് ഐഫോൺ 17 പ്രോയും പ്രോ മാക്സ് ഒക്കെ വരുന്നത്. പിന്നെ പറഞ്ഞു എക്സ്ട്രാ ക്യാമറ ബട്ടണായിട്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി ഫോട്ടോ എടുക്കാനും കാര്യങ്ങളായിട്ട് ഒരു ക്യാമറ ബട്ടൺ ഡെഡിക്കേറ്റഡ് കൊടുത്തിട്ടുണ്ട് ഐഫോൺ 16 പ്രോ മാക്സിലൊക്കെ. അതിന് പകരം ഇപ്പോൾ ഐഫോൺ 17 പ്രോ മാക്സിലൊക്കെ കൊടുക്കുന്നത് വേറെ ഒരു ക്യാമറ ബട്ടൺ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് പ്രോ മോഡ് എന്ന് പറഞ്ഞ് മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഫോണിലൊക്കെ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് പ്രോ മോഡിന് നമ്മുടെ ISO കുറയ്ക്കുക, അതായത് എക്സ്പോർട്ട് കൂട്ടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യം നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ഫീച്ചറായിട്ട് വരുന്നതാണ് പ്രോ ക്യാമറ മോഡ് വരാനായിട്ടൊരു എക്സ്ട്രാ ഒരു ക്യാമറ ബട്ടൺ കൊടുക്കുന്നത്. ഈ ക്യാമറ ബട്ടൻ്റെ കാര്യം എത്രത്തോളം ഷുവറാണെന്ന് എനിക്കറിയില്ല, ലീക്കാണ്. മാത്രമല്ല ഐഫോൺ 17 ഇറങ്ങും നമുക്ക് അറിയാൻ പറ്റും കാര്യങ്ങൾ. മാത്രമല്ല ഈ ക്യാമറ നമുക്ക് ഈ ബട്ടൺ വെച്ചില്ലാതെ വേറെ ഇത് ഫോണിൽ നിന്നും സോഫ്റ്റ്വെയർ വഴി ഓപ്പൺ ചെയ്യാനും പറ്റില്ല. പിന്നെ ക്യാമറയിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ പണ്ടത്തെ പോലെ സെയിം ക്യാമറ തന്നെയാണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ മാത്രം 24 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടറാണ് കൊടുത്തേക്കുന്നത്. മാത്രമല്ല ബാക്ക് ക്യാമറയിൽ പോർട്രേറ്റിൽ 8x സൂമാണ് കൊടുത്തേക്കുന്നത്. അതായത് സൂമല്ല 8x പോർട്രേറ്റാണ് കൊടുത്തേക്കുന്നത്. മുമ്പ് 5x വരെയാണ് പോർട്രേറ്റ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് 8x ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ചാർജിങ് സ്പീഡ്, അതായത് ചാർജിങ് സ്പീഡ് അല്പം കൂട്ടിയിട്ടുണ്ട്. വലിയ കാര്യമൊന്നും കൂട്ടിയിട്ടില്ല. റെഡ്മി, പോക്കോ, IQ അവരെ കൊടുക്കുന്ന പോലത്തെ അത്രയും കൂട്ടിയിട്ടില്ല. ഐഫോൺ സാധാരണ എത്രത്തോളം കൂട്ടാൻ പറ്റുന്ന അത്രത്തോളം കൂട്ടിയിട്ടുണ്ട്. അതായത് 35 വാട്ട്സിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റിവേഴ്സ് വൈറൽ ചാർജിങ്ങും നമ്മുടെ ഈ ഐഫോൺ 17 സീരീസിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, 10,000 രൂപയുടെ അടുത്ത് വരെ ഇൻക്രിമെൻ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ ഫോണുകളുടെ വിലയിൽ. ഐഫോണിൻ്റെ ഒരു സാഡ് ന്യൂസാണ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത്തരം പുതിയ അറിവുകൾ ലഭിക്കാനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.